Okay, welcome friends. Welcome back to Brilliant Study Center, Palam. In the last class, we discussed about friction. നമ്മൾ ഫ്രിക്ഷനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രിക്ഷൻ്റെ യൂസ്ഫുൾ പർപ്പസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് റെസ്റ്റ് ഓഫ് ദ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് we are going to discussing about the disadvantages of friction. We are going to discussing about the disadvantages of friction. In some situation, friction is undesirable to us. Now we are to discussing about what are those situations. Okay, so look at the first situation. Soles of shoes wear out due to friction. Soles of shoes wear out due to friction. നമുക്കറിയാം, നമ്മുടെ ഫുട് വെയർസിൻ്റെയും ഷൂസിൻ്റെയൊക്കെ സോൾ താഴെയുള്ള ഭാഗം എന്ത് വരും? തേയ്മാനം വരും. ആ തേയ്മാനം വരാനുള്ള കാരണം എന്താ? ഇറ്റ് ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, നമ്മൾ നടക്കുമ്പോൾ ഷൂവും ഗ്രൗണ്ടും തമ്മിൽ എന്ത് വരും? ഒരു കോണ്ടാക്റ്റ് വരും. കോണ്ടാക്റ്റ് വരുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? ഷൂസൊക്കെ അല്ലെങ്കിൽ ഷൂവിൻ്റെ സോളൊക്കെ തേഞ്ഞു പോകാനുള്ള കാരണമാകുന്നു. ഓക്കെ, വെൻ വി ആർ വാക്കിംഗ്, our shoes get contact with the ground, and due to this contact, friction will act between thus. Then the soles will wear out. This is one of the disadvantages of friction. Now go to the next one. Next point. Tires of bicycles and automobiles wear out due to friction. Tires of bicycles and automobiles wear out due to friction. Okay. Friction കാരണം എന്ത് സംഭവിക്കും? ബൈസിക്കിളിൻ്റെയും അതുപോലെ തന്നെ കാർ, ബൈക്ക് പോലെയുള്ള ഓട്ടോമൊബൈൽസിൻ്റെയും ടയറെല്ലാം എന്ത് സംഭവിക്കും? തേയ്മാനം വരും, വെയർ ഔട്ട് സംഭവിക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഫ്രിക്ഷൻ കാരണം ബൈസിക്കിളിൻ്റെയും കാർ, വാൻ പോലെയുള്ള ഓട്ടോമൊബൈൽസിൻ്റെയും ടയറിനെല്ലാം എന്ത് സംഭവിക്കുന്നു? തേയ്മാനം സംഭവിക്കുന്നു. അത് സംഭവിക്കാനുള്ള കാരണം എന്താ? ഇറ്റ് ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അല്ലേ? നമുക്കറിയാം, ടയേഴ്സും ഗ്രൗണ്ടുമായി എന്ത് വരും? കോണ്ടാക്റ്റ് വരും. ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോൾ ടയേഴ്സും ഗ്രൗണ്ടുമായി കോണ്ടാക്റ്റ് വരും. നമുക്കറിയാം, ഗ്രൗണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു റഫ് സർഫസ് തന്നെയാണ്. അപ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ആ ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? ദ ടയേഴ്സ് ഗെറ്റ് വെയർ ഔട്ട്. ഓക്കെ, സോ ഐ വൺസ് മോർ. ദ ടയേഴ്സ് ഓഫ് ബൈസിക്കിൾസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ദേ വെയർ ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. ബിക്കോസ് വൈൽ റണ്ണിങ് ആൻ ഓട്ടോമൊബൈൽ, ദ ടയേഴ്സ് ഗെറ്റ്സ് കോണ്ടാക്ട് വിത്ത് ദ റോഡ്. സിൻസ് എ റോഡ് ഈസ് എ റഫ് സർഫേസ്, the tires will wear out due to friction. There will be friction between the tires and the ground and will cause wear out. Okay. Now let's go to the third point. Steps of staircases and foot-over bridges in railway stations wear out due to friction. Okay. Steps of staircases and foot-over bridges in railway stations wear out due to friction. Friction കാരണം എന്ത് സംഭവിക്കുന്നു? റെയിൽവേ സ്റ്റേഷനിലത്തെ സ്റ്റെയർസിൻ്റെയൊക്കെ സ്റ്റെപ്പെല്ലാം എന്ത് സംഭവിക്കുന്നു? തേയ്മാനം സംഭവിക്കുന്നു, വെയർ ഔട്ട് സംഭവിക്കുന്നു. കാരണം നമുക്കറിയാം, കോണ്ടാക്റ്റ് വരാണ്, അല്ലേ? അവിടെ നമ്മൾ പാസഞ്ചേഴ്സും ബ്രിഡ്ജസ് തമ്മിൽ കോണ്ടാക്റ്റ് വരാണ്. അവരുടെ ഫൂട്ടും ബ്രിഡ്ജസ് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നു. കോണ്ടാക്റ്റ് വരുമ്പോൾ ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കും? സ്റ്റെപ്സ് എല്ലാം വെയർ ഔട്ട് ചെയ്യും. ഓക്കെ, നൗ ലെറ്റ് us discuss the fourth point. Knives and razors lose their sharp edges due to friction. Okay, അതായത് കത്തി, ബ്ലേഡ്സ്, ഇവരുടെയൊക്കെ ഷാർപ്പ് എഡ്ജസ് അതിനെന്ത് സംഭവിക്കും? ആ ഷാർപ്നെസ് കുറയും ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണം ആ ഷാർപ്നെസ് കുറയും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എല്ലാം ഫിഗേഴ്സ് ഒന്ന് നോക്കി നോക്കാം. അതെ, കണ്ടോ? ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ. ദ സോൾസ് ഓഫ് ഷൂസ് വെയർ ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. I told you earlier that while we are walking, our shoes get contact with the ground, and there will be friction between the shoes and the ground. Due to this friction, the soles may get tear out like this. And look this figure, second situation. This figure, tires. Okay, when an automobile is running, its tires get contact with the road. Since the road is a rough surface, the tires may wear out due to friction. This is the second example. And third one. Here in this situation, the stairs, they get wear out due to friction.
because when passengers are moving, their foot will get a contact with the staircase. And due to this contact, friction will act between them. And due to this friction, the staircase will wear out. Okay. Now, fourth example. The sharp edges of the knives may lose their sharpness due to friction. The sharp edges of the knives may lose their sharpness due to friction. ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? അവരുടെ ഷാർപ്നെസ് കുറഞ്ഞു പോകുന്നു. നമുക്കറിയാം നൈഫ്, നമ്മൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല വസ്തുക്കളും മുറിക്കാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നൈഫ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നൈഫും ആ ഒബ്ജക്റ്റുമായി എന്ത് വരും? കോണ്ടാക്റ്റ് വരും. അങ്ങനെ കുറേയധികം പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റ് കൂടും. കോണ്ടാക്റ്റ് കൂടുമ്പോൾ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? The knives may lose their sharp edges. Okay, repeating once more. We are using knives to cut objects. While we are cutting the objects, the knives will get a contact with the object, or there is a contact between knife and the object. Due to this contact, there will be friction acting between these two objects, and due to this friction, knives may lose their sharpness. Okay, so these are the major disadvantages of friction. These are the major disadvantages of friction. Is it okay? So we discussed earlier, that is, friction is sometimes useful to us and sometimes is harmful to us. അല്ലേ? ഫ്രിക്ഷൻ ചില സമയങ്ങളിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്, ചില സിറ്റുവേഷനിൽ വളരെയധികം ഉപദ്രവകാരിയുമാണ്. ഓക്കെ, സോ ഇൻ സം സിറ്റുവേഷൻസ് വി നീഡ് മോർ ഫ്രിക്ഷൻ and in some situation we need less friction. So let us discuss the situation in which we need more friction, and let us discuss the situation in which we need less friction. Okay, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് കൂടുതൽ ഫ്രിക്ഷൻ വേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് കുറവ് ഫ്രിക്ഷൻ വേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നൗ ലെറ്റ് us discuss how we can increase the friction and how we can decrease the friction. Let's discuss how we can increase the friction and how we can reduce the friction. Friction നമുക്ക് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ഡിക്രീസ് ചെയ്യാം എന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. So initially we are going to discussing about what are the ways to increase the friction. We are going to discussing about what are the ways to increase the friction. ആദ്യം നമുക്ക് ഏതെല്ലാം മാർഗങ്ങൾ കൂടി ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്ലീസ് ലിസൺ. ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകളുടെ റഫ്നെസ് കൂട്ടുക എന്നുള്ളതാണ്. ഫ്രിക്ഷൻ കൂട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകളുടെ റഫ്നെസ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ ഇൻക്രീസിങ് ദ റഫ്നെസ് ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട് we can increase the friction. I repeating once more, by increasing the roughness of the surfaces in contact, we can increase the friction. So let us discuss what are the ways in which we can increase the roughness of the surface. ഏതെല്ലാം മാർഗങ്ങൾ കൂടി സർഫേസ് തമ്മിലുള്ള റഫ്നെസ് കൂട്ടാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് or first method, the soles of shoes are grooved to have a better grip on the floor. The soles of the shoes are grooved to have a better grip on the floor. Okay, നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസിൻ്റെയും ഫുട് വെയർസിനെല്ലാം സോൾസ് എല്ലാം എന്തായിരിക്കും, അതിലെല്ലാം ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസിൻ്റെയും ഫുട് വെയർസിനെല്ലാം സോളിൽ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതൊരിക്കലും എന്തായിരിക്കില്ല, ഒരു ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കില്ല, അവിടെ എല്ലാം ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദ ഫുട് വെയർസ് വി ആർ യൂസിങ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഗ്രൂവ്സ്. സോ ക്യാൻ യു ടെൽ മീ വാട്ട്സ് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ദീസ് ഗ്രൂവ്സ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രൂവ്സ് എല്ലാം ഈ ഫുട് വെയർസിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം? ഇത്രയാണ്. വെൻ വി പ്രൊവൈഡ് ഗ്രൂവ്സ്, നമ്മൾ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ the friction between the surfaces increases or the surface become rough. When we provide grooves, the surface become rough. Surface എന്തായി മാറും? Rough ആയി മാറും. When the surface becomes rough, the friction between soles and the ground increases.
when the soles become rough, the friction between the soles and the ground becomes increases, and more friction will act between them, and will get a more grip. We will get a more grip. ശ്രദ്ധിക്കുക, സോളിൻ്റെ അല്ലെങ്കിൽ സോൾസിൽ നമ്മൾ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സർഫസ് എന്തായി മാറും? റഫായി മാറും. സോൾ എന്ന് പറയുന്നത് റഫായി മാറും. റഫ്നെസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഷൂവിൻ്റെ സോളും ഗ്രൗണ്ടും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടുന്നു. ഫ്രിക്ഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടും. ഓക്കെ, now let's discuss the second point. The tires of vehicles are threaded to increase the grip on the road. Tires of the vehicles are threaded to provide grip on the road. Okay, നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ബൈസിക്കിൾ ആണെങ്കിലും കാറോ ജീപ്പോ ബൈക്കോ പോലുള്ള ഓട്ടോമൊബൈൽസ് ആണെങ്കിലും ഇവരുടെ എല്ലാം ടയേഴ്സ് എന്തായിരിക്കും? അതൊരു ഫ്ലാറ്റ് ടയേഴ്സ് ആയിരിക്കുമോ? ഫ്ലാറ്റ് സർഫസ് ആയിരിക്കുമോ? അല്ല. ആ ടയേഴ്സിലും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ ടയേഴ്സിലെല്ലാം ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? What's the purpose of providing grooves in the tires? Okay, the reason is simple. When we are providing grooves on the tires, what will happen? The tires become rough. When we provide grooves on the tires become rough. When tires become rough, the friction between tires and the surface increases. When the tires become rough, the friction between tires and the surface increases. When friction increases, it will provide more grip. Okay, ടയേഴ്സിൽ നമ്മൾ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടയർ എന്തായി മാറും? റഫായി മാറും. ടയേഴ്സ് റഫായി മാറുമ്പോൾ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ പ്രൊവൈഡ് മോർ ഗ്രിപ്പ്. അവിടെ ഗ്രിപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. That's advantage for providing grips in tires or grooves in tires. Okay, now let us discuss the third point. The brake pads of vehicles are rough to stop moving vehicles when the brakes are applied. The brake pads of the vehicles are provided with rough surface to stop moving vehicles when the brakes are applied. Okay, അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈസിക്കിൾ ഒന്ന് നോക്കാം. ആ ബൈസിക്കിളിൻ്റെ ഫ്രണ്ട് ടയറിലും ബാക്ക് ടയറിലും 2 ബ്രേക്ക് പാഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഉപയോഗിക്കുന്ന ബൈസിക്കിളിൻ്റെ ഫ്രണ്ട് ടയറിലും ബാക്ക് ടയറിലും 2 ബ്രേക്ക് പാഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കറുത്ത നിറത്തിൽ 2 ബ്രേക്ക് പാഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ബ്രേക്ക് പാഡ്സ് വന്ന് ആ ടയറുമായി കോണ്ടാക്റ്റ് വരുന്നു. നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ബ്രേക്ക് പാഡ്സും ടയറുമായി എന്ത് വരുന്നു? ഒരു കോണ്ടാക്റ്റ് വരുന്നു, അല്ലേ? അങ്ങനെ കോണ്ടാക്റ്റ് വരുമ്പോൾ ടയേഴ്സും ബ്രേക്ക് പാഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? മൂവ്മെൻറ്റ് പതിയെ കുറയാൻ തുടങ്ങും. ആൻഡ് ഫൈനലി ഇറ്റ് കംസ് ടു റെസ്റ്റ്, അല്ലേ? The bicycle tires that you are using is provided with 2 brake pads. When we apply brakes, these brake pads comes in contact with the wheel. When you apply the brakes, these brake pads come in contact with the wheels. Then the friction between brake pads and tires increases. When the friction increases, it will oppose the motion. And finally the wheels comes to rest, or the tires comes to rest. Okay, this is the purpose of using brake pads, or the working principle behind the brake pads. Okay, and such brake pads are provided with a rough surface. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവാൻ സാധിക്കും, ആ ബ്രേക്ക് പാഡ്സിൻ്റെ സർഫസ് എല്ലാം എന്തായിരിക്കും? റഫ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സർഫസ് ഉണ്ടായിരിക്കും.
These brake pads are very rough. Why? Because a rough surface provides more friction. A rough surface provides more friction, and more friction helps in stopping the vehicles very easily or in very less time. When the surface becomes more, when the surface roughness becomes more, it will provide more friction. When there is more friction, it is easy for us to stop the moving vehicle, or the vehicle will come to rest in a less time. Okay. And the fourth situation, gymnasts apply some coarse substance on their hands for a better grip. Okay. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവിടെ ബാറൊക്കെ ഉയർത്തുമ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലൊക്കെ ഒരു പൗഡർ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ജാവലിനൊക്കെ എറിയുമ്പോൾ, ജാവലിൻ ത്രോ കോമ്പറ്റീഷനിലെ ജാവലിനൊക്കെ എറിയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കയ്യിൽ എന്ത് ചെയ്യും? ഒരു പൗഡർ അപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയാണ് ആ പൗഡർ അപ്ലൈ ചെയ്യുന്നത്? വാട്ട്സ് എ പർപ്പസ് ഫോർ ദാറ്റ്? അങ്ങനെ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കൈ അല്ലെങ്കിൽ പാംസ് എന്ന് പറയുന്നത് റഫായി മാറും. പൗഡർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാം, ഈ സർഫസ് എന്ന് പറയുന്നത് എന്തായി മാറും? റഫായി മാറും. റഫ് സർഫസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രൊവൈഡ് മോർ ഗ്രിപ്പ്. റഫ് സർഫസ് വിൽ പ്രൊവൈഡ് മോർ ഗ്രിപ്പ്. ഓക്കെ. So while applying powder on our hands, our palm becomes more rough, and this rough surface will provide more grip. Okay. നമുക്കിതിൻ്റെ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. Okay. This is our first situation. Look at this figure. Here, the footways, the soles of footways are provided with more grip. They are provided with grooves. The soles of shoes and our footways are provided with grooves like this. And we discussed earlier, by providing these grooves, the surface become rough. When the surface become rough, the friction between soles and the road and the ground become more. And more friction will provide more grip. Okay. Now let us discuss the second situation. That's the case of wheels, tires. Look at this figure. Here, tires are provided with grips or grooves. The tires are provided with grooves like this. What's the purpose for that? When the number of grooves increases in a tire, when the number of grooves increases in a tire, the tire becomes more rough. The tire becomes more rough. And rough surface will provide more friction. And if there is more friction, grip will be more. Isn't it? I'm repeating once more. More grooves on a tires make the tires rough. More grooves on a tire makes a tire rough. And rough surface will provide more friction. Rough surface will provide more friction. And when there is more friction, grip will be more. When there is more friction, grip will be more. Okay. Now, the third situation, that is about the brake pads. Brake pads. They are provided with a rough surface. They are provided with a rough surface. What's the reason for that? When the surface is rough, the friction between them is more. When the surface is rough, friction will be more. And when the friction is more, the opposition is more. So the tire will come to rest in a less time or very easily. Okay. Next one is gymnast. They apply a coarse material on their hand before going to participate in the competition. Okay. എന്തിനു വേണ്ടിയായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ our hands become rough. When the roughness increases, friction also increases. And when there is more friction, grip will be more. Okay. So these are the ways to increase friction and their purposes. Now let us discuss what are the ways to reduce friction. Let us discuss what are the ways to reduce friction. Friction കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മാർഗ്ഗങ്ങൾ കൂടി ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ്, യൂസിങ് lubricants like powders or oils and grease. The first method is using lubricants. Okay, എന്താണ് lubricants എന്ന് പറഞ്ഞാൽ? എന്താവാം? ഓയിൽ ആകാം, പൗഡർ ആകാം, and grease. By using lubricants, we can reduce the friction.
അതിന് എക്സാമ്പിളാണ് നിങ്ങൾ ക്യാരംസ് കളിക്കുമ്പോൾ ആ ക്യാരം ബോർഡിൽ പൗഡർ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യും, അല്ലെങ്കിൽ പൗഡർ വിതറും. എന്തിനു വേണ്ടിയാ? അങ്ങനെ പൗഡർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദ ക്യാരം ബോർഡ് ബിക്കംസ് വെരി സ്മൂത്ത്, അല്ലേ? പൗഡർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ ദ ക്യാരം ബോർഡ് ബിക്കംസ് വെരി സ്മൂത്ത്. ഫ്രിക്ഷൻ കുറയുമ്പോൾ ആ ക്യാരംസ് കോയിൻസ് എല്ലാം വളരെ ഈസിലി മൂവ് ചെയ്യും. ദിസ് വൺ മെത്തേഡ്. അതുപോലെ കാണാൻ സാധിക്കും മൂവിങ് പാർട്സിലെല്ലാം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഗ്രീസൊക്കെ അപ്ലൈ ചെയ്യണം. നമ്മൾ പിന്നെ സൈക്കിളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈക്കിളിലൊക്കെ ചെയിനിൽ നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ ചെയിൻസിലെല്ലാം നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. Okay, so first method is by using lubricants. Okay, now let us discuss the second method. Second method is using rollers or wheels. Okay, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാരി ബാഗ്, ട്രോളി ബാഗ്സ്. ഓക്കെ, ട്രോളി ബാഗ്സ് എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വീൽസ് യൂസ് ചെയ്യണം. വീൽസ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയായിരിക്കും? അല്ലേ, വീൽസ് ആണെങ്കിൽ റോളിംഗ് ഉണ്ടാവാം. നമ്മൾ ഓൾറെഡി പഠിച്ചു, റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ദി ലീസ്റ്റ് ഫ്രിക്ഷൻ എമോങ് ഓൾ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, അല്ലേ? വീൽസ് ആണ് ഉണ്ടാവുക. വീൽ എന്ത് ചെയ്യും? റോൾ ചെയ്യുമ്പോൾ അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും ആക്ട് ചെയ്യുക. നമ്മൾ പഠിച്ചു 3 ടൈപ്പ് ഫ്രിക്ഷൻ: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഈ 3 ഫ്രിക്ഷനിൽ ഏതാണ് ഏറ്റവും കുറവ് ഫ്രിക്ഷൻ? റോളിംഗ് ഫ്രിക്ഷൻ. അപ്പം അങ്ങനെ റോളേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബൈ യൂസിങ് ബോൾ ബെയറിങ്സ്. ഓക്കെ, ബെയറിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അത് ഏത് മൂവിങ് ഒബ്ജക്ട്സിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫാനിലാണെങ്കിലും ഓട്ടോമൊബൈൽസിലാണെങ്കിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവും? ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. വി ആർ യൂസിങ് ബോൾ ബെയറിങ്സ്. എന്തിനു വേണ്ടിയായിരിക്കും? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലൈക്ക് ദിസ്. ഫസ്റ്റ് വൺ ഈസ് ക്യാരം ബോർഡ്. നമ്മൾ എന്ത് ചെയ്യും? പൗഡർ സ്പ്രിങ്കിൾ ചെയ്യും. ക്യാരം ബോർഡ് നമ്മൾ എന്ത് ചെയ്യണം? പൗഡർ സ്പ്രിങ്കിൾ ചെയ്യണം. അങ്ങനെ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സർഫസ് എന്തായി മാറും? സ്മൂത്തായി മാറും. പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ സംഭവിക്കും, സർഫസ് എന്തായി മാറും? സ്മൂത്തായി മാറും. ആ സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, by using rollers or wheels. ഓക്കെ, ഞാൻ പറഞ്ഞു റോൾ ചെയ്യും. റോളേഴ്സ് അല്ലെങ്കിൽ വീൽസ് ആണെങ്കിൽ they will roll, അല്ലേ? റോൾ ചെയ്യുമ്പോൾ ഏത് ഫ്രിക്ഷനാണ് വരാം? റോളിംഗ് ഫ്രിക്ഷൻ. 3 ഫ്രിക്ഷൻ: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഈ 3 ഫ്രിക്ഷനിൽ ഏറ്റവും കുറവ് ഫ്രിക്ഷൻ ഏതാണ്? റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് ബോൾ ബെയറിങ്സ്. ഈ കാണുന്ന ഒബ്ജക്റ്റ് ആണ് എന്ത് പറയുന്നത്? ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന ബോൾ ബെയറിംഗ് നമ്മളെല്ലാ മൂവിങ് പാർട്സിലും യൂസ് ചെയ്യും. ഇപ്പോൾ ഫാൻ ആണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും അങ്ങനെ ഏത് മൂവിങ് പാർട്സിലാണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബോൾ ബെയറിംഗ് യൂസ് ചെയ്യും. ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബോൾസ് ആണ്, ഇതിനുള്ളൊക്കെ ബോൾസ് ആണ്. ഈ ബോളിനെ തിരിയുമ്പോൾ ഫ്രിക്ഷൻ കുറയും. ബോൾസ് തിരിയല്ല, റോളിംഗ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയും. ഓക്കെ, സോ ദിസ് ആർ ദ various methods in which we can reduce the friction. Okay, is it clear? Okay, നമ്മൾ ഇനി ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് സോളിഡ് ഫ്രിക്ഷനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് സോളിഡ് ഫ്രിക്ഷനെ പറ്റിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷനെ പറ്റിയാണ്. ഓക്കെ, now we are going to discussing about fluid friction. Before that, what do you mean by fluid? എന്താണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? What do you mean by the term fluid? Okay, നമുക്ക് പറയാം, liquid plus gases, they are collectively called what? Fluid. Liquid plus gases, they are collectively known as fluid. Okay, now we are going to discussing about fluid friction. We are going to discussing about fluid friction. Okay, so let us discuss fluid friction. And what is fluid friction? Fluid friction is the force of friction exerted by liquids and gases on objects moving through them. Fluid friction is the friction between objects
ബിറ്റ്വീൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് വെൻ ദേ ആർ മൂവിങ് ത്രൂ ദം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ലിക്വിഡിൽ കൂടിയോ അല്ലെങ്കിൽ ഗ്യാസിൽ കൂടിയോ മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റും ആ മീഡിയം, അത് ലിക്വിഡ് ആവാം ഗ്യാസ് ആവാം, അവർ തമ്മിൽ വരുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഒരു ഒബ്ജക്റ്റ് ലിക്വിഡിൽ കൂടിയോ അല്ലെങ്കിൽ ഗ്യാസിൽ കൂടിയോ മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റും തന്നിരിക്കുന്ന മീഡിയം, അത് ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഗ്യാസ് ആകാം, അവർ തമ്മിൽ വരുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ സ്വിം ചെയ്യാമെന്ന് വിചാരിക്കാം. നിങ്ങൾ ആലോചിക്കാൻ, സ്വിം ചെയ്യാന്ന് ആണോ എളുപ്പം, നടക്കുന്നതാണോ എളുപ്പം? നടന്നു പോകുന്നതാണോ എളുപ്പം, സ്വിം ചെയ്യുന്നതാണോ എളുപ്പം? നടന്നു പോകുന്നതല്ലേ? ഓക്കെ, അപ്പോൾ സ്വിം ചെയ്യുമ്പോൾ സംഭവിക്കും, നമുക്ക് ഒരു ഫ്രിക്ഷൻ അനുഭവപ്പെടും. പെട്ടെന്ന് എളുപ്പത്തിൽ നീന്താൻ സാധിക്കില്ല. നമുക്ക് എന്ത് അപ്ലൈ ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ഓഫ് ഒപ്പോസിഷനെ നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? നമ്മൾ സ്വിം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊരു ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ എക്സെർട്ട് ചെയ്യും. നമ്മുടെ മേത്തൊരു ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ എക്സെർട്ട് ചെയ്യും. അങ്ങനെ എക്സെർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ഓഫ് ഒപ്പോസിഷനെ നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ റൺ ചെയ്യാൻ വിചാരിക്കാം. റൺ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കാം? ഒരു ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ വരും. റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ വരും. ആരാണ് ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? എയർ. എങ്കിൽ ആ ഫ്രിക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. നമ്മൾ ഓടുമ്പോഴും നമുക്കൊരു ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ എക്സ്പീരിയൻസ് ചെയ്യും. എയർ ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ ആ ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ? അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, സ്പീഡ് കൂടുന്തോറും ആ ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ കുറഞ്ഞു വരും. സ്പീഡ് കൂടുന്തോറും ഫോഴ്സ് ഓഫ് ഒപ്പോസിഷൻ കുറഞ്ഞു വരും. ഓക്കെ, സോ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് the liquid friction or fluid friction is speed of the object. Now what is the second factor? The second factor is shape of the object. Second factor is the shape of the object. Okay, ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എയറോപ്ലെയിൻസിൻ്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ്? പോയിന്റഡ് ആണ് അല്ലേ? എയറോപ്ലെയിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ്? ഇൻ എ പോയിന്റഡ് ഷേപ്പ്. അതുപോലെ ബേഡ്സിൻ്റെ ബീക്സ് എങ്ങനെയാണ്? ഇൻ എ പോയിന്റഡ് ഷേപ്പ്. അതുപോലെ ബോട്ട് ആൻഡ് ഷിപ്സ്, ഇവരുടെയൊക്കെ ഷേപ്പ് എങ്ങനെയാണ്? ഇറ്റ്സ് എ പോയിന്റഡ് വൺ അല്ലേ? അങ്ങനെയുള്ള പോയിന്റഡ് ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻഡ് ബോഡീസ്. എന്താണ്? സ്ട്രീം ലൈൻഡ് ബോഡി. ആ പേര് ശ്രദ്ധിക്കുക, സ്ട്രീം ലൈൻഡ് ബോഡീസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന് എയറോപ്ലെയിൻ, ആ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്രണ്ട് ഭാഗം ഒരു പോയിന്റഡ് ഷേപ്പാണ്. അതുപോലെ ബേഡ്സിനൊക്കെ ബീക്കൊക്കെ എങ്ങനെയാണ്? പോയിന്റഡ് ഷേപ്പ്. അതുപോലെ ബോട്ട്, ഷിപ്പ്, ഇവരൊക്കെ എങ്ങനെയാണ്? പോയിന്റഡ് ഷേപ്പ്. ആ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി അങ്ങനെയുള്ള സൂട്ടബിൾ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്യുന്ന സൂട്ടബിൾ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻഡ് ഷേപ്സ് എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രീം ലൈൻഡ് ഷേപ്സ്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന സൂട്ടബിൾ ഷേപ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ there are three factors that affects liquid friction or the fluid friction. First one is speed of the body. Second one is shape of the objects. And there is one more, nature of the fluid. Third one is nature of the fluid. Okay, an example പറയുന്നത് consider water and honey. ഓക്കെ, ഞാൻ ഈ ഒരു ഇൻക്ലൈൻ സർഫസിൽ കുറച്ച് വാട്ടറും കുറച്ച് ഹണിയും പ്ലേസ് ചെയ്തു. ഈ സർഫസിൽ ഞാൻ കുറച്ച് വാട്ടറും കുറച്ച് ഹണിയും ഞാൻ പ്ലേസ് ചെയ്തു. ഇതിൽ ആരായിരിക്കും ഏറ്റവും ആദ്യം താഴേക്ക് ഒഴുകിയെത്താം? രണ്ട് ഫ്ലൂയിഡ്സ്, ഹണിയുണ്ട്, വാട്ടറുണ്ട്, രണ്ടുപേരെയും ഒരു ഇൻക്ലൈൻ സർഫസിൽ പ്ലേസ് ചെയ്തു. ഇതിൽ ഏത് ഫ്ലൂയിഡ് ആയിരിക്കും
ഫ്ലോ ചെയ്ത് ആദ്യം താഴെ എത്താം? വാട്ടർ ആയിരിക്കും അല്ലേ? വാട്ടറാണ്. കാരണം വാട്ടറിൻ്റെ ഫ്രിക്ഷൻ, ആ ലെയേഴ്സ് തമ്മിൽ ഫ്രിക്ഷൻ കുറവാണ്. ഹണിയുടെ കേസിൽ അത് കൂടുതലാണ്. സോ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽസ് ഓൾസോ എഫക്റ്റ് ദ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ദർ ആർ 3 factors that affecting fluid friction. First one is എന്താണ്? Speed of the object. Speed of the object. Second one is nature of the fluid. Second one is shape of the object. And the third one is nature of the fluid. 3 പേരും ആരെ അഫക്റ്റ് ചെയ്യും? ലിക്വിഡ് ഫ്രിക്ഷൻ എഫക്റ്റ് ചെയ്യും. 3 പേരും ആരെ എഫക്റ്റ് ചെയ്യുന്നു? ലിക്വിഡ് ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യണം. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന സൂട്ടബിൾ ഷേപ്പിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാം? സ്ട്രീം ലൈൻ ബോഡീസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ദേ ആർ നോൺ ആസ് സ്ട്രീം ലൈൻ ബോഡീസ്. ഓക്കെ, അതെ ആ ഫിഗർക്ക് നോക്കാം. ബേഡ്സ്, ഞാൻ പറഞ്ഞു ബേഡ്സിൻ്റെ ബീക്സ് എങ്ങനെയാണ്? ഇൻ എ പോയിന്റഡ് ഷേപ്പ്. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് ദ ലിക്വിഡ് ഫ്രിക്ഷൻ ഓർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫിഷ് നോക്കാം. ഫിഷസ്, ഇവരുടെ ഷേപ്പ് എങ്ങനെയാണ്? ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ്? പോയിന്റഡ് ആണ്. ഫോർ വാട്ട്? ടു റെഡ്യൂസ് ദ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഫൈറ്റർ ജെറ്റ്. ഈ കാണുന്ന പോർഷൻ എങ്ങനെയാണ്? പോയിന്റഡ് ഷേപ്പ്. ആൻഡ് വാട്ട് ഓഫ് ദിസ് സ്പേസ് ജെറ്റ് ഓർ സ്പേസ് ഷിപ്പ്? ഇറ്റ്സ് ഓൾസോ ഇൻ എ പോയിന്റഡ് ഷേപ്പ്. അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ആ പോയിന്റഡ് ഷേപ്പിനെ അല്ലെങ്കിൽ ആ സൂട്ടബിൾ ഷേപ്പിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാം? സ്ട്രീം ലൈൻഡ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം, ഓർ സ്ട്രീം ലൈൻ ഷേപ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ലിക്വിഡ് ഫ്രിക്ഷൻ ഓർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ശ്രദ്ധിക്കുക, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഗ്യാസസ് ഇവരെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന ഫ്രിക്ഷനാണ് എന്ത്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് ആരൊക്കെ എഫക്റ്റ് ചെയ്യണു? ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ എഫക്റ്റ് ചെയ്യണു, മൂവ് ചെയ്യുന്ന സ്പീഡിനെ എഫക്റ്റ് ചെയ്യണു, നേച്ചറിനെ എഫക്റ്റ് ചെയ്യണു. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബോഡി ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓൺ എ സർഫേസ്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സർഫേസ് ഈസ്. എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കൈനറ്റിക് ഫ്രിക്ഷൻ. ബിക്കോസ് ബോഡി ഇസ് മൂവിങ് അല്ലേ? ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയും ആ സർഫേസ് തമ്മിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ത് ഫ്രിക്ഷൻ ആയിരിക്കും? ഇറ്റ് വിൽ ബി കൈനറ്റിക് ഫ്രിക്ഷൻ. ഓപ്ഷൻ ഡി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 2: which of the following has the least magnitude? തന്നിരിക്കുന്ന 4 ഫ്രിക്ഷനിൽ ആർക്കാണ് ലീസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ളത്? ഏതായിരിക്കും? റോളിംഗ് ഫ്രിക്ഷൻ അല്ലേ? ആർക്കാണ്? റോളിംഗ് ഫ്രിക്ഷൻ. ഓപ്ഷൻ സി. Now question number 3: force of friction on a body kept in the surface of a table does not depends upon. Force of a friction on a body kept in a surface of a table does not depend upon. ഇതിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒന്ന്, നേച്ചർ ഓഫ് സർഫേസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഓഫ് ദ ബോഡി ഡിപ്പെൻഡ് ആണ്. മെറ്റീരിയൽ ഓഫ് ദ ബോഡി അത് ഡിപ്പെൻഡ് ആണ്. ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഏരിയ ഓഫ് ദി കോണ്ടാക്ട്. ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഏരിയ ഓഫ് ദി കോണ്ടാക്ട്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4: എ ബോഡി ലൈയിങ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫേസ് ഈസ് ആക്റ്റഡ് അപ്പോൺ എ ഫോഴ്സ് which is just equal to the limiting friction, the body on the surface. So എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? the maximum value of static friction is called limiting friction. The maximum value of static friction is called limiting friction. Okay, അപ്പോൾ എന്ത് സംഭവിക്കും? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ ബോഡി മൂവ് ചെയ്യും. എങ്ങനെ ബോഡി മൂവ് ചെയ്യുക? the body will move with a uniform velocity. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും വലിയ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അത് ശ്രദ്ധിക്കുക, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. നമ്മൾ എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്യണോ അത്രത്തോളം ഫ്രിക്ഷൻ തന്നെ അത് തിരിച്ച് പ്രൊവൈഡ് ചെയ്യും. ശ്രദ്ധിക്കുക, ഈ ബ്ലോക്ക്, ഇതൊരു ബ്ലോക്കാണെന്ന് വിചാരിക്കുക. ഈ ബ്ലോക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബ്ലോക്ക് തിരിച്ചും ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫ്രിക്ഷൻ 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്യും. അപ്പോൾ ബ്ലോക്ക് മൂവ് ചെയ്യില്ല. അങ്ങനെ ഞാൻ ഫോഴ്സ് കൊടുത്ത്
ഒരു 15 ന്യൂട്ടൺ കൊടുത്തു. എത്ര ന്യൂട്ടൺ കൊടുത്തു? 15 ന്യൂട്ടൺ. ആ 15 ന്യൂട്ടൺ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ബ്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. 15 ന്യൂട്ടൺ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ബ്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പറയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 15 ന്യൂട്ടൺ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 15 ന്യൂട്ടൺ. ഒരു എക്സാമ്പിളാണ്, ജനറൽ വാല്യൂ അല്ല. ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ, നോട്ട് എ ജനറൽ വാല്യൂ. So in this situation, the maximum value of static friction is 15 Newton. And this maximum value of static friction is known as limiting friction. The maximum value of this static friction is known as limiting friction. After this value, the body starts to move with uniform velocity. After this value, the body starts to move with uniform velocity. So correct answer is option D. We'll be moving with a uniform velocity. Okay. Now goes to question number 5. What kinds of substances are known as lubricants? What kinds of substances are known as lubricants? ആരായിരിക്കും? It is used to decrease the friction. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അവർ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻസ്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡിക്രീസ് ദ ഫ്രിക്ഷൻ. ഓപ്ഷൻ നമ്പർ സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 6. ഫ്ലൂയിഡ്സ് ആർ എന്താ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ? ഡിസ്കസ് earlier, that is gases and liquids both. Fluids are gases and liquids both. C is the correct answer. Now question number 7. Friction is എന്താണ്? It is a contact force അല്ലേ? Friction is a contact force. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായാൽ മാത്രമേ ആര് ഫോം ചെയ്യൂ? ഫ്രിക്ഷൻ ഫോം ചെയ്യൂ. രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായാൽ മാത്രമേ ആര് ഫോം ചെയ്യുന്നുള്ളൂ? ഫ്രിക്ഷൻ ഫോം ചെയ്യുന്നുള്ളൂ. സോ ഫ്രിക്ഷൻ ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 8. ഫ്രിക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. ഓക്കെ. ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാം? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻസ്. ആരൊക്കെയാണ് ലൂബ്രിക്കൻസ്? ഓയിൽ യൂസ് ചെയ്യാം, പൗഡർ, ഗ്രീസ്. They all belongs to lubricants. So in this question, friction can be reduced by using oil, grease, powder. All of this. Option D, all of this. Okay. Now question number 9. Static friction is less than. എന്തായിരിക്കും? ലെസ് ആയിരിക്കോ? അല്ല. നമ്മൾ പറഞ്ഞ 3 ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതുപോലെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഈ 3 ഫ്രിക്ഷനിൽ ആരാണ് ബിഗ്ഗർ ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ദ ബിഗ്ഗർ വൺ. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലെസ് അല്ല, ബിഗ്ഗർ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. Whenever the surfaces in contact tend to move with respect to earth other, the force of friction comes to play. Whenever the surfaces in contact tend to move with respect to earth other, the force of friction comes into play. Okay. നമുക്ക് ഓപ്ഷൻ വായിച്ച് നോക്കാം. അതായത് രണ്ട് സർഫസ് തമ്മിൽ മൂവ് ചെയ്യണം, രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ആയിരിക്കും ഫ്രിക്ഷൻ ഫോം ചെയ്യാന്ന് ചോദ്യം. അതെ, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓൺലി ഇഫ് ദ ഒബ്ജക്ട്സ് ആർ സോളിഡ്. സെക്കൻഡ് ഓപ്ഷൻ ഓൺലി ഇഫ് one of the two objects is liquid. Option C, only if one of the two objects is gaseous. And option D, irrespective of whether objects are solid, liquid or gases. എന്തായിരിക്കും വരാം? ഓപ്ഷൻ ഡി ആയിരിക്കും വരാം. ഞാൻ പറഞ്ഞു, ഞാൻ മൂവ് ചെയ്യുമ്പോൾ, ഞാൻ ഈ സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഞാനും എയറുമായി എന്ത് വരും? ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പം ഞാനെന്ന് പറയുന്നത് സോളിഡ്, എയർ എന്ന് പറയുന്നത് ഗേഷ്യസ്. എന്തുണ്ടാവാം? ഫ്രിക്ഷൻ ഉണ്ടാകാം. അതുപോലെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഞാനും ഗ്രൗണ്ട് തമ്മിൽ എന്ത് വരുന്നുണ്ട്? കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഞാനും സോളിഡ്സ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇർറെസ്പെക്റ്റീവ് ഓഫ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11. To sharpen the blade of a knife by rubbing off against a surface, which of the following will be most suitable? നൈഫിൻ്റെ എഡ്ജസ് ഷാർപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ നൈഫിനെ ഒരു ഒബ്ജക്റ്റുമായി റബ്ബ് ചെയ്യണം. എങ്കിൽ താഴെ തന്നിരിക്കുന്ന 4 ഒബ്ജക്റ്റിൽ
ഏതാണ് നല്ല ഓപ്ഷന് ചൂസ് ചെയ്യണം. നമുക്ക് ഓപ്ഷൻ വായിച്ച് നോക്കാം. എ സ്റ്റോൺ, ബി പ്ലാസ്റ്റിക് ബ്ലോക്ക്, സി വുഡൻ ബ്ലോക്ക് ആൻഡ് ഡി ഗ്ലാസ് ബ്ലോക്ക്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് സൂട്ടബിൾ ഓപ്ഷൻ? സ്റ്റോൺ ആണ് കറക്റ്റ് ഓപ്ഷൻ. കാരണം അവിടെ സ്റ്റോൺ എന്ന് പറയുന്നത് റഫ് സർഫസ് ആണ്. റഫ് സർഫസിൽ എന്ത് സംഭവിക്കും? ആ നൈഫിൻ്റെ എഡ്ജസ് വളരെയധികം ഷാർപ്പാവും. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സ്റ്റോൺ. Now question number 12. Friction due to fluids is called. First option force, second option pressure, third option upthrust and fourth option drag. The correct answer is drag. Okay. Fluids exert ചെയ്യുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരും കൂടിയാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. DRAG. The friction due to fluids is also called drag. DRAG. Okay. Now question number 13. A toy is released with the same initial speed will travel farthest on. Okay. നമ്മളൊരു ടോയിനെ ഒരു ഇനീഷ്യൽ സ്പീഡിൽ റിലീസ് ചെയ്യണം. അത് ടോയ് കാർ എന്താണ് ആയിക്കോട്ടെ, ഒരു ടോയിനെ നമ്മൾ ഒരു ഇനീഷ്യൽ സ്പീഡിൽ റിലീസ് ചെയ്യണം എങ്കിൽ ഏത് സർഫസിലായിരിക്കും ആ ടോയ് കൂടുതൽ ദൂരം മൂവ് ചെയ്യുക? അതാണ് ചോദ്യം. ഏത് സർഫസിലാണ് ആ കാണുന്ന ടോയ് കൂടുതൽ ദൂരം മൂവ് ചെയ്യുക? നമുക്ക് ഓപ്ഷനൊക്കെ നോക്കാം. ഓപ്ഷൻ എ മഡി സർഫേസ്, ഓപ്ഷൻ ബി പോളിഷ്ഡ് മാർബിൾ സർഫേസ്, ഓപ്ഷൻ സി സിമെന്റഡ് സർഫേസ്, ഓപ്ഷൻ ഡി ബ്രിക്ക് സർഫേസ്. ഏത് സർഫസിലായിരിക്കും? ഇറ്റ് ഇസ് ഇൻ പോളിഷ്ഡ് മാർബിൾ സർഫേസ്. ഏത് സർഫസാണ്? പോളിഷ്ഡ് മാർബിൾ സർഫേസ്. കാരണം എന്താ? പോളിഷ് അല്ലേ? പോളിഷ് ആണെങ്കിൽ സർഫസ് എന്തായിരിക്കും? സ്മൂത്ത് ആയിരിക്കും. പോളിഷ് സർഫസ് ആണെങ്കിൽ സർഫസ് എന്തായിരിക്കും? സ്മൂത്ത് സർഫസ് ആയിരിക്കും. സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലാണോ കുറവാണോ? കുറവ് ഫ്രിക്ഷനുള്ള സ്ഥലത്ത് ആ ടോയ് കാർ കൂടുതൽ ദൂരം സഞ്ചരിക്കും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പോളിഷ്ഡ് മാർബിൾ സർഫേസ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 14. If we apply oil on door hinges, the friction will. ഡോർ ഹിഞ്ചസിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താൽ ഫ്രിക്ഷൻ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ കുറയും. കാരണം എന്താ? ഓയിൽ എന്ന് പറയുന്നത് ലൂബ്രിക്കൻസ് ആണ്. വെൻ വി അപ്ലൈ ലൂബ്രിക്കൻസ് ദ ഫ്രിക്ഷൻ വിൽ reduce. So correct answer is option B. Question number 15. Force of friction depends upon. ഫ്രിക്ഷൻ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം? ഓക്കെ. ഓപ്ഷൻ നമുക്ക് വായിച്ച് നോക്കാം. റഫ്നെസ് ഓഫ് ദി സർഫേസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്മൂത്ത്നെസ് ഓഫ് സർഫേസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻക്ലിനേഷൻ ഓഫ് ദി സർഫേസ്, ഇതാണ് സർഫസ് എങ്കിൽ ഇതിൻ്റെ ഇൻക്ലിനേഷൻ. ഇതാണ് ഇൻക്ലിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നോക്കിയാൽ ചെറിയ ഇൻക്ലിനേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പെൻ അവിടെ ഇരിക്കും അല്ലേ? ചെറിയ ഇൻക്ലിനേഷൻ ആണെങ്കിൽ ഈ പെൻ ഇവിടെ ഇരിക്കും. ഇത് ഇൻക്ലിനേഷൻ കൂട്ടിയാലോ? കണ്ടോ, പെൻ താഴേക്ക് വന്നു. പെൻ താഴേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറവാണ്. സർഫസും പെന്നും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറവാണ്. അപ്പോൾ അത് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ പറയുന്ന 3 പേരെയും ഡിപ്പെൻഡ് ചെയ്യും. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രീം ലൈൻഡ് ഒബ്ജക്റ്റ്? ഞാൻ മുൻപ് പറഞ്ഞു, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന സ്യൂട്ടബിൾ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഇതിലേതാണ് സ്ട്രീം ലൈൻ ഒബ്ജക്റ്റ് എന്ന് പറയണം? ആരായിരിക്കും? എല്ലാവരും ഒന്ന് തന്നെയാണ്, സ്ട്രീം ലൈൻ ഒബ്ജക്റ്റ് തന്നെയാണ്. ബോർഡ്സ്, എയറോപ്ലെയിൻസ്, ഷിപ്സ് all belongs to streamline objects. The correct answer is option D. Now question number 17. Which of the following activities is easier to perform on a drum of 10 kg? Which of the following activities is easier to perform on a drum of 10 kg? Okay. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17-ൽ ഈ ഡ്രമ്മുമേ നമുക്ക് ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന ആക്ടിവിറ്റി ഏതാണ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 17-ൽ 10 കിലോഗ്രാം മാസുള്ള ഡ്രമ്മുമേ നമുക്ക് ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന ആക്ടിവിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതായിരിക്കും? റോളിംഗ് ദ ഡ്രം. ഏതായിരിക്കും? റോളിംഗ് ദ ഡ്രം. കാരണം എന്താ? റോളിംഗ് അല്ലേ, ഫ്രിക്ഷൻ കുറവാണ്. റോളിംഗ് ദ ഡ്രം. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. ഷേപ്പ് ഓഫ് എ ഫിഷ് ഈസ് സ്ട്രീം ലൈൻ ടു. എന്തിനു വേണ്ടിയായിരിക്കും? ടു ഡിക്രീസ് ദ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. എന്തിനു വേണ്ടിയാണ്? ടു ഡിക്രീസ് ദി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ഡി.
Now question number 19. Wheels of vehicles is stopped by using brake that works on the property of. എങ്ങനെയായിരിക്കും? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ടയറും ബ്രേക്സും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ്സും ടയറും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും. ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് റഫ് സർഫസ് ആണ്. റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മൂവ്മെൻറ്റ് കുറഞ്ഞ് ഫൈനൽ കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ്? ഫ്രിക്ഷൻ. പ്രോപ്പർട്ടി ഈസ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ഡി. Now question number 20. Why are the spikes provided in the shoes of athletes? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഷൂസ് സ്പൈക്സ്, അതിൽ ഫ്രണ്ട് പോർഷനിലൊക്കെ ആണി അല്ലെങ്കിൽ നെയിൽസ് അല്ലെങ്കിൽ സ്പൈക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയായിരിക്കും? ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. ഷൂവും ഗ്രൗണ്ടും തമ്മിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ ഒരു മഴ പെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കാം? ഫ്രിക്ഷൻ കുറവാണ്, സ്ലിപ്പാവാം, തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ എന്ത് വേണം? ഷൂസും ഗ്രൗണ്ടും തമ്മിൽ ഒരു ഗ്രിപ്പ് വേണം. ആ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? റണ്ണിങ് ഷൂസിലെല്ലാം സ്പൈക്സ് പിടിപ്പിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയാണ്? ടു ഡിക്രീസ് ദ ഫ്രിക്ഷൻ. എന്തിനു വേണ്ടിയാണ്? ഇൻക്രീസ് ദ ഫ്രിക്ഷൻ. ടു ഇൻക്രീസ് ദി ഫ്രിക്ഷൻ. സ്പൈക്സ് വയ്ക്കുമ്പോൾ ഗ്രൗണ്ടും ഷൂസ് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടുമ്പോൾ സ്ലിപ്പിംഗ് എന്നല്ല നമ്മൾ ഒഴിഞ്ഞു മാറും. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ഫ്രിക്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 21. വൈ ആർ worn out tires discarded? Why are worn out tires discarded? തേഞ്ഞു പോയ ടയേഴ്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം എന്താ? തേഞ്ഞു പോകുമ്പോൾ സർഫസ് എന്തായി മാറിയിട്ടുണ്ടാവും? ഫ്ലാറ്റായി മാറിയിട്ടുണ്ടാവും അല്ലേ? ടയേഴ്സിൻ്റെ സർഫസ് എല്ലാം ഫ്ലാറ്റായി മാറിയിട്ടുണ്ടാവും. ഫ്ലാറ്റ് സർഫസിൽ ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ കുറയുമ്പോൾ ടയറും റോഡും തമ്മിലുള്ള ആ ഗ്രിപ്പ് കുറയും. അതുകൊണ്ട് worn out ടയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. വൈ ഈസ് ഇറ്റ് ഈസിയർ ഫോർ എ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ? എന്തുകൊണ്ടാണ് ഫിഷിനെ വളരെ എളുപ്പത്തിൽ വാട്ടറിൽ കൂടി സ്വിം ചെയ്യാൻ സാധിക്കുന്നത്? അതിന് കാരണം എന്താ? ഷേപ്പ്. ഫിഷിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഫ്രണ്ട് പോർഷൻ പോയിന്റഡ് ആണ്, ഓർ സ്ട്രീം ലൈൻഡ്. ആ ഷേപ്പ് കാരണം ഫിഷിനെ വളരെ എളുപ്പത്തിൽ തന്നെ സ്വിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 23. ഗീവ് സം എക്സാമ്പിൾസ് ടു ഷോ ദാറ്റ് ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ്. Give some examples to show that friction produces heat. നമുക്കറിയാം, റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈ തമ്മിൽ റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് ഫോം ചെയ്യും. കാരണം റബ്ബ് ചെയ്യുമ്പോൾ സംഭവിക്കും? ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ കാരണം സംഭവിക്കും? ഹീറ്റ് ഫോം ചെയ്യും. ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദി എക്സാമ്പിൾ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 24. വൈ ഈസ് ഇറ്റ് ഈസിയർ ടു മൂവ് ദ ബോക്സ് ഓൾറെഡി ഇൻ മോഷൻ ദാൻ ടു ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്? ഓക്കെ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്കിനെ അല്ല പറഞ്ഞിരിക്കണേ, ഓൾറെഡി മോഷനുള്ള ഒരു ബ്ലോക്കിനെ മൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ? കാരണം മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ആക്ട് ചെയ്യുക അല്ലേ? ഒരു ബ്ലോക്ക് റെസ്റ്റിലിരിക്കുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ആക്ട് ചെയ്യുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഫ്രിക്ഷനാണ് അല്ലേ? മോസ്റ്റ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലാർജ് ഫ്രിക്ഷൻ എമൗണ്ട് 3 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്ന 3 ഫ്രിക്ഷനിൽ ഏറ്റവും വലിയ വാല്യൂ. അതുകൊണ്ട് അതിന് മൂവ് ചെയ്യിക്കാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ബ്ലോക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ കുറഞ്ഞു വരും. ബ്ലോക്ക് മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഫ്രിക്ഷൻ കുറഞ്ഞു വരും. അതുകൊണ്ട് ഓൾറെഡി മോഷനുള്ള ഒരു ബ്ലോക്കിനെ, ഒരു ബോക്സിനെ മൂവ് ചെയ്യിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഫ്രിക്ഷൻ അവിടെ കുറവാണ്. ദാറ്റ്സ് എ റീസൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Question number 25. We use ball bearings between the hub and axle of a ceiling fan and bicycles. Why? എന്തുകൊണ്ടാണ് നമ്മൾ ബൈസിക്കിൾസിലും ഫാനിലുമെല്ലാം ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ബെയറിങ്സിനുള്ളിൽ നിറച്ച് ബോൾസ് ആണ്. ബോളാണ് തിരിയുമ്പോൾ റോളിംഗ് അല്ലേ? റോളിംഗ് ആണെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ വരും. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യണം. ദാറ്റ്സ് എ റീസൺ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
How brakes stop moving bicycles and automobiles? Question number 26. How brakes stop moving vehicles and automobiles? എങ്ങനെയാണ് ബ്രേക്ക് മൂവിങ് വെഹിക്കിൾസിനെയും ഓട്ടോമൊബൈൽസിനെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ്സും ആ ടയറും തമ്മിൽ അല്ലെങ്കിൽ വീലും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ടയേഴ്സും ബ്രേക്ക് പാഡ്സും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും. അങ്ങനെ കോണ്ടാക്റ്റ് വരുമ്പോൾ നമുക്കറിയാം ബ്രേക്ക് പാഡ്സ് സർഫസ് എന്ന് പറയുന്നത് റഫ് സർഫസ് ആണ്. റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അതാ മോഷനെ കുറയ്ക്കും, മോഷൻ ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഒപ്പോസ് ചെയ്ത് ഫൈനൽ കംസ് ടു റെസ്റ്റ്. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 27. Which factor affect fluid friction? Which factor affect fluid friction? ഫ്ലൂയിഡ് ഫ്രിക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു 3 ഫാക്ടേഴ്സ്. ഒന്നെന്താണ്? ഷേപ്പ്. രണ്ടാമതെന്താണ്? നേച്ചർ. ഷേപ്പ് എഫക്റ്റ് ചെയ്യും, നേച്ചർ എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദി മൂവിങ് ബോഡി. ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് ആൻഡ് വാട്ട്? സ്പീഡ് ഓഫ് ദി body. So the 3 factors are affecting liquid or fluid friction. Now question number 29. Why handle of cricket bat or badminton racket is rough? Why the handle of cricket bat or badminton racket is rough? നമുക്കറിയാം റഫ് സർഫസ് ആണെങ്കിൽ നമ്മുടെ പാമും ബാറ്റും തമ്മിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. റഫ് സർഫസ് ആണെങ്കിൽ നമ്മുടെ പാമും ബാറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രിപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യും? ക്രിക്കറ്റ് ബാറ്റും അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ റാക്കറ്റ് എല്ലാം എന്തായിരിക്കും? റഫ് സർഫസ് ആയിരിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺസ്? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റഫ്നെസ് ഓഫ് ദി സർഫേസ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റഫ്നെസ് ഓഫ് ദി സർഫേസ്. സർഫേസ് എത്രത്തോളം റഫാണോ അത്രത്തോളം ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഒരു സർഫേസ് എത്രത്തോളം റഫാണോ അത്രത്തോളം ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എത്ര ഡെപ്തിലാണ് ആ സർഫേസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സർഫേസിൽ പിടിച്ചിരിക്കുന്നത്. എത്ര ഡെപ്തിലാണ് ആ ഒബ്ജക്റ്റ് ആ സർഫേസിൽ പതിഞ്ഞിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് എഫക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഓക്കെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 30. When the 2 surfaces are pressed harder, friction increases. Explain. When 2 surfaces are pressed harder, the friction increases. എന്തുകൊണ്ട്? ഞാൻ ഓൾറെഡി പറഞ്ഞു അവർ തമ്മിലൊരു അഡ്ഹഷൻ വരും. ഞാൻ പറഞ്ഞു ഫ്രിക്ഷനുള്ള മെയിൻ കാരണം പറയുന്നത് ഇർറെഗുലാരിറ്റീസ് ആണ്. ഫ്രിക്ഷനുള്ള മെയിൻ കാരണം പറയുന്നത് സർഫേസ് തമ്മിലുള്ള ഇർറെഗുലാരിറ്റീസ് ആണ്. അപ്പോൾ ഇതൊരു സർഫേസ്, ഇത് രണ്ടാമത്തെ സർഫേസ്. രണ്ടുപേരും വേറെ ഇരിക്കണം. ഒന്ന് ടൈറ്റ്ലി പ്രസ് ചെയ്ത് സംഭവിക്കും? ഒരു ലോക്ക് വരും. ടൈറ്റ്ലി പ്രസ് ചെയ്താൽ ഇവർ തമ്മിൽ എന്ത് വരും? ഒരു ലോക്ക് വരും. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ. ഹാർഡായി പ്രസ് ചെയ്യുമ്പോൾ ഈ 2 സർഫേസ് തമ്മിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും, അല്ലെങ്കിൽ ലോക്കാവും. ലോക്കായാൽ ഇവരെ മൂവ് ചെയ്യിക്കാൻ എളുപ്പമല്ല. ദാറ്റ്സ് എ റീസൺ. ഓക്കെ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളതിൻ്റെ തിയറി ടോപ്പിക്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. നല്ലപോലെ പഠിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.